അങ്ങനെ നമ്മൾ ചൈന മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഞെട്ടിക്കുത്തിരിക്കുകയാണ്. അപ്പോൾ സിംഗപ്പൂരിൻ്റെ പ്രധാന ഭാഗത്ത് അപ്പം നമ്മളുള്ള കേട്ടോ. എന്നാലും ഹോങ്കോങ് പോലെ ആവില്ല. ഈ ബേ ആണ് ഇവിടുത്തെ എല്ലാ ഹൈലൈറ്റും. പിന്നെ ഇവിടുത്തെ ഇന്ത്യക്കാരൊക്കെ കണ്ടില്ല നിങ്ങൾ. ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് വലിയ ആൾക്കാരൊക്കെ കണ്ടില്ല. ഇവർ പോകുന്നതൊക്കെ കണ്ടില്ല നിങ്ങൾ. ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടങ്ങൾ. അവരെ നാട്ടിൽ അവർ ആസ്വദിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ് തന്നെ കേട്ടോ അവിടെ. പക്ഷേ ഈ ചെടിയും കാര്യങ്ങളായിട്ടുള്ള വൃത്തി നമ്മളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ ഒരു രീതിയല്ല. ഞാൻ കുറ്റം പറയല്ല. കണ്ടില്ലേ ഫുഡിൻ്റെ ആ സിസ്റ്റം തന്നെ കണ്ടില്ല നിങ്ങൾ. ബോംബെ കിച്ചനൊക്കെ ഉണ്ട് കേട്ടോ ഇന്ത്യൻ്റെ. ഈ പാലത്തിൻ്റെ പ്രത്യേകത ബേൻ്റെ തൊട്ട് കണ്ടില്ല നമ്മൾ ബേ ഇവിടുന്ന് കാഴ്ചയുണ്ട്. എല്ലാം ഡിഫറെൻറ്റ്, ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ഇവിടുത്തെ ചൈന ടൗണിൻ്റെ കാര്യങ്ങൾ. പ്രത്യേകത ഇവിടേക്കായിട്ടൊരു മെട്രോ സ്റ്റേഷൻ തന്നെ ഉണ്ട്. ചൈനയുടെ ആചാരങ്ങളും അവരെ വിശ്വാസങ്ങളും നിലനിർത്തുന്ന രീതിയിലുള്ള കുറേ സംഗതികൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? ഞാൻ സിംഗപ്പൂരായിട്ടുള്ളത്. സിംഗപ്പൂരെ ചൈന ടൗണിൻ്റെ പ്രത്യേകതകൾ കാണണമെങ്കിൽ അപ്പോൾ നമ്മൾ ചൈന ടൗണിൻ്റെ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ പ്രത്യേകതകൾ നമുക്ക് കാണട്ടോ. ചൈന ടൗണിൻ്റെ പ്രത്യേകതകളുമായിട്ടാണ് ഈ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ സിംഗപ്പൂരെ ചൈന ടൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അടിച്ചു പൊളിച്ചാളല്ലേ. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിലെ ചൈന ടൗണിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഓൾഡ് സെറ്റപ്പാണിത്. ഇനി പുതിയ സെറ്റപ്പുകൾ എന്താക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളെ ലിറ്റിൽ ഇന്ത്യ പറഞ്ഞതുപോലെ ചൈനക്കാരുടെ ഒരുപാട് പേഴ്സണൽ തിങ്സ്, അവരുടേതായ താല്പര്യങ്ങൾ, അവരുടേതായ കൾച്ചർ സിസ്റ്റം എന്നതൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ സമൂഹത്തിനും ഓരോ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിന് നൽകുന്നത്. ഓപ്പണിംഗ് സൂൺ ചൈന ടൗൺ കണ്ടില്ലേ, ബുൺ ടോങ്കി, അങ്ങനെ ഓരോരോ പ്രോഡക്റ്റുകളാണ് ഇവിടെ വരുന്നത്. ചൈന ടൗണിൻ്റെ പ്രത്യേകത ലിറ്റിൽ ഇന്ത്യയിൽ നിന്നും വ്യത്യസ്തമായി ഇതുപോലത്തെ ഫാന് കാര്യങ്ങൾ, ടൗണിനൊരു പ്രത്യേക സംഭവം. അത് ഇന്ത്യൻ്റെ പറഞ്ഞ പോലെ തന്നെ ഈ കളറിൽ വല്ലാതെ വെറൈറ്റി ആക്കിയിട്ടുണ്ട് കേട്ടോ. പഴയിൽ ഇതൊരു സംഭവം നല്ല രസമുള്ള സംഭവം അല്ലേ. ഇതേപോലെ നല്ല കളർ പെയിൻറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് തന്നെ മാറുകയാണ് അല്ലേ. ശരിക്കും അത് നന്നായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ചൈന മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഞെട്ടിക്കുത്തിരിക്കുകയാണ്. കുറേ ചൈനൻ്റെ ഐറ്റംസുകൾ നിറച്ച ഷോപ്പ് കേട്ടോ. $1 എന്ന് പറഞ്ഞാൽ 65 റുപ്യ കേട്ടോ. എല്ലാത്തിനും 65 റുപ്യ. ഇന്ത്യൻ്റെ പൈസ 65 വരുന്നത് ഇവിടുത്തെ $1. പിന്നെ ചൈനക്കാർ നമ്മളെ ലിറ്റിൽ ഇന്ത്യൻ്റെ വേറൊരു ടൈപ്പിൽ റോഡുമിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കൾച്ചർ സ്റ്റൈലല്ല എന്നുള്ള വ്യത്യാസം മാത്രം. എങ്ങനെയുണ്ട് ചൈന ടൗണ്? അത് പറയും അടിപൊളിയാ. ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ. നമ്മളെ ലിറ്റിൽ ഇന്ത്യ കണ്ട മാതിരിയല്ലല്ലോ, ഒരു അട്രാക്റ്റീവ് ഉണ്ട് അല്ലേ കുറേ. അവിടെ തമിഴന്മാർ മാത്രമല്ല, മറ്റേ സൈഡിലേക്ക് ഇന്ത്യക്കാരുമില്ലേ. ഇതൊരു സെറ്റിങ്സ് തന്നെ ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. പിന്നെ അവിടെ ഒരു ചെറിയൊരു വൃത്തി കുറവുമാതിരി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ തമിഴ്നാടിൻ്റെ ആ ഭാഗം. ഇവിടെ ആകുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ എന്താ പറയുക, ആ ചൈനൻ്റെ ആ ഒരു സെറ്റപ്പാണെന്നുള്ളൂ അല്ലേ. ഒരു വെറൈറ്റി ലുക്കാണ് ഇതൊക്കെ ഇപ്പോൾ പുതിയ ഡെവലപ്പിൻ്റെ ഭാഗമാണെന്നാണ് സംശയം എനിക്ക്. ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷൻ തന്നെ ഉണ്ട് അല്ലേ, മെട്രോ തന്നെ ഉണ്ട്. കണ്ടില്ല ഞങ്ങൾ, ചൈന ടൗൺ മെട്രോ ആണ് കേട്ടോ. കണ്ടില്ല ഞങ്ങൾ. സിംഗപ്പൂർ ചൈന ടൗണിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇതൊക്കെ സിംഗപ്പൂർ ചൈന ടൗണിൻ്റെ പ്രത്യേകതകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകം പറയേണ്ട, അത്ര കളർഫുൾ ആയിട്ടുള്ളതാണ്. പ്രത്യേകത ഇവിടേക്കായിട്ടൊരു മെട്രോ സ്റ്റേഷൻ തന്നെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലും ചൈന ടൗണിൻ്റെ വേണ്ട ചൈനൻ്റെ ഫുഡുകളെ, ചൈനൻ്റെ പ്രോഡക്റ്റുകളെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം ഡിഫറെൻറ്റ്, ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കും ഇവിടുത്തെ ചൈന ടൗണിൻ്റെ കാര്യങ്ങൾ. ചൈനൻ്റെ സിസ്റ്റം തന്നെ, പക്ഷേ അതിൻ്റെ ഒരു വെറൈറ്റി ക്ലാസിക് ലുക്കിലാണ് ഇവിടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടെങ്കിൽ എന്താ രസമല്ലേ. ചൈന ടൗൺ എന്ന് പറഞ്ഞാൽ ചൈന ടൗൺ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലൈനും മൊത്തം കേട്ടോ. കണ്ടില്ലെങ്കിൽ ഓരോ വെറൈറ്റി ഷോപ്പുകളാണ്. അവിടേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ കാണുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇനി മറ്റൊരു വെറൈറ്റി ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. ചൈനയുടെ ആചാരങ്ങളും അവരെ വിശ്വാസങ്ങളും നിലനിർത്തുന്ന രീതിയിലുള്ള കുറേ സംഗതികൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട് അവരെ മ്യൂസിക്കും കാര്യങ്ങളും. ആ ചൈനൻ്റെ ആ ടച്ച് കണ്ടങ്ങൾ. അവരെ നാട്ടിൽ അവർ ആസ്വദിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ് തന്നെ കേട്ടോ ഇവിടെ. ഈ ഏരിയ മൊത്തം ഒരു ചൈന ഫീലിംഗ് ആണ്, അല്ലാണ്ട് സിംഗപ്പൂർ ഫീലിങ്ങോ നമ്മൾ ഇന്ത്യൻ ഫീലിങ്ങോ ഒന്നും ഇല്ലാണ്ട് വെറും ചൈന ഫീലിംഗ്.
അവർ പഴയ ആൾക്കാർ പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ, ഇൻഡിവിജ്വലായിട്ട് നമ്മളൊക്കെ നാട്ടിൽ പാടുന്ന പോലെയുള്ള ആ ഒരു ചൈനൻ്റെ സാധാരണ കമ്മ്യൂണിറ്റി രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ സെറ്റപ്പും കാണുന്നത്. കണ്ടോ, ചൈനയിൽ എനിക്ക് ഓർമ്മയുണ്ട്, ചൈനയിലെ നമ്മൾ സാധാരണ സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഉണ്ടാകുന്ന ആ തിരക്കും രീതിയാണ്. ആ ഒരു പാട്ട് ഇവർക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. എന്താ ഇവിടെയും കണ്ടങ്ങൾ താഴത്ത്. പക്ഷേ ഈ ചെടിയും കാര്യങ്ങളായിട്ടുള്ള വൃത്തി നമ്മളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ ഒരു രീതിയല്ല, ഞാൻ കുറ്റം പറയല്ല, ഇവരുടേതായ രീതിയിലേക്ക് ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതേപോലെ കുറച്ച് ചെടികളും ഫ്ലവറും ഒക്കെ ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ഇരുന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അത്ര തിരക്ക് ഇവർ കാണിക്കില്ല. കണ്ടില്ലേ, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തും കൊണ്ടാണ് ഇവരെ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇവർ എല്ലാ സ്ഥലങ്ങളിലും ഏത് രാജ്യങ്ങളുണ്ടെങ്കിലും ചൈന ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തന്നെ ഇവർക്ക് ഉണ്ടാവുന്നത് ഇവരെ കൾച്ചറിൻ്റെ ഭാഗമാട്ടോ. ഇത് റിവർ വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടോ, നമ്മൾ ഈ ചൈന ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പഴയ കാലത്തെ പാലമാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത ബേൻ്റെ തൊട്ടക്കണ്ടിൽ നമ്മൾ ബേ വിടുന്ന കാഴ്ചയുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഏതോ കാലത്തിൽ ബോട്ട് ക്യൂ എന്ന് പറഞ്ഞിട്ട് 1820 തുടങ്ങിയതാണ് ഈ വെള്ളത്തിൽ കൂടിയുള്ള ബോട്ടിംഗ് സർവീസ്. ഇതിലൂടെ ഫുഡിൻ്റെ സംഗതികൾ ഒക്കെ ആയിട്ട് കേട്ടോ നല്ല രസമുള്ള, നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് ഈവനിങ്ങിൽ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള, അതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നതന്നെ വീഡിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഫുഡിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടോ. നല്ല ഒരു ഒതുക്കമുള്ള സ്ഥലം കേട്ടോ, വല്ലാതെ വൈബില്ല, ഓവറില്ല, എന്നാൽ നല്ല ഒതുക്കമുള്ള സ്റ്റാൻഡേർഡ്സ്. കണ്ടില്ലേ ഫുഡിൻ്റെ ആ സിസ്റ്റം തന്നെ കണ്ടില്ല നിങ്ങൾ. ബോംബെ കിച്ചനൊക്കെ ഉണ്ട് കേട്ടോ, ഇന്ത്യൻ്റെ കിച്ചനൊക്കെ ഉണ്ട്, ഇന്ത്യൻ്റെ മ്യൂസിക്കൊക്കെ ഉണ്ട്. ഇതേമാതിരി ഫ്രഷ് ലൈവ് ഉണ്ട്, ക്രാബിൻ്റെ അതുണ്ട്. ഞാൻ പ്രത്യേകം കാണിക്കേണ്ടിയില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഹരാറിയാണ് അല്ലേ. എന്താ അല്ലേ വൈബ്, നല്ല വൃത്തിയുണ്ട്. അതായതാണ് അത്രയും ആൾക്കാരുണ്ട് കേട്ടോ, നല്ലോണം ടൂറിസ്റ്റുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലം തന്നെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കത് മനസ്സിലായില്ല. സുൽത്താൻ പ്ലേസ് ഒരുപാട് ബ്രാൻഡ് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട്, നമ്മളെ ഇന്ത്യൻ്റെ അത് ഉൾപ്പെടെ എല്ലാ സംഗതിയും ഉണ്ട് കേട്ടോ. അടിപൊളി ഒരു നൈറ്റ് വൈബും. പിന്നെ നമ്മൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത്. ആ വെറൈറ്റിയിൽ നല്ല റിവറിലേക്കുള്ള ടച്ച്, ഇവിടെ അതിൻ്റെ ഇടയിൽ ഒരു വാക്കിംഗ് സ്ട്രീറ്റ്, ഇതുപോലത്തെ നല്ല നല്ല ക്ലബ്ബ്, നല്ല നല്ല റെസ്റ്റോറൻറ്റ്. വാവ്, അടിപൊളി. ഇത്ര ദൂരം ഇപ്പം നടന്നു വന്നാൽ ഇതേമാതിരി ഒരേ വൈബ് ആ ഫീലിങ്ങിൽ സംഗതി കണ്ടില്ല നിങ്ങൾ. പിന്നെ ഇവിടുത്തെ ഇന്ത്യക്കാരൊക്കെ കണ്ടില്ല നിങ്ങൾ. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ച് വലിയ ആൾക്കാരൊക്കെ കണ്ടില്ല, ഇവർ പോകുന്നതൊക്കെ കണ്ടില്ല നിങ്ങൾ. ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടങ്ങൾ. ഇന്ത്യക്കാർ നല്ലോണം ഉണ്ട് കേട്ടോ. പക്ഷേ ചൈനക്കാരുണ്ട്, വിദേശികളുണ്ട്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് കേട്ടോ ഞാൻ. ഈ സിംഗപ്പൂർ വൈബ്, അതായത് കൂടുതൽ വെറുപ്പിക്കലൊന്നും ഇല്ലാണ്ട് ഒരു മിനിമം സ്റ്റാൻഡേർഡിൽ നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. അത് വേറെ കാര്യം. നമ്മൾ തായ്ലൻഡ് മലേഷ്യ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 5 ഇരട്ടിയോ 10 ഇരട്ടിയൊക്കെ കൂട്ടിക്കോളിങ്ങൾ എക്സ്പെൻസ്, അത്രയും എക്സ്പെൻസാണ് ഇവിടെ. ശരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിലും പറഞ്ഞു തരണമെങ്കിൽ ഓരോ റെസ്റ്റോറൻറ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്, ഓരോരോ പ്രത്യേകതകളുണ്ട്. പക്ഷേ അത് പറയണമെങ്കിൽ ഒരു 5 എപ്പിസോഡ് ഇവിടെ തന്നെ എടുക്കേണ്ടി വരും. അത്രത്തോളം വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു ഓട്ടത്തിൽ വൈബ് കണ്ടിട്ട് ഒരു ഓട്ടത്തിൽ ഇങ്ങോട്ട് എടുത്ത് പോവാം കേട്ടോ. കാരണം അവിടെ ബോട്ട് സർവീസ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി. പിന്നെ എല്ലാ പ്രധാനപ്പെട്ട ബിൽഡിങ്ങും കാര്യങ്ങളും. ഹലോ, ഹായ്. അപ്പം എല്ലാ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഏരിയ തന്നെ കേട്ടോ ഉള്ളത്. അടിപൊളി വൈബാണ്, ഒരു രക്ഷയില്ല. ഇതൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാവുന്ന സാധനങ്ങൾ കേട്ടോ. ഇതാ ഞണ്ടിൻ്റെ ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. ഞണ്ടാട്ടത് ഇതൊക്കെ, ഇത് ഞണ്ട് തന്നെ. ഇതൊക്കെ ഞണ്ടിൻ്റെ വെറൈറ്റികളാട്ടോ. ലൈവ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ സിംഗപ്പൂരിൻ്റെ പ്രധാന ഭാഗത്തപ്പം നമ്മളുള്ള കേട്ടോ, അറിയാലോ. ഇതൊക്കെ നിങ്ങൾ മുമ്പ് കണ്ട സാധനങ്ങളാണ് സിംഗപ്പൂരിൻ്റെ. അപ്പോൾ ആ കാഴ്ചകൾ ഞാനും കൂടി ഒരിക്കൽ കൂടി കവർ ചെയ്യാണ്. ഇതൊക്കെ തന്നെയാണ് ബേ, സിംഗപ്പൂർ ബേ ആണ്. സിംഗപ്പൂരിൻ്റെ ഈവനിങ്ങിലെ പ്രധാനപ്പെട്ട കാഴ്ചകളിലൊന്നാണ്. ആര് വന്നാലും എന്തായാലും ഈ പിക്ചർ എടുക്കാതെക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ക്യാമറയിലൂടെ കൂടി നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ സിംഗപ്പൂർ കാഴ്ചകൾ കേട്ടോ. നമ്മളെ ഹോങ്കോങ്ങിനെ പോലെ ഒന്നും ഇല്ലെങ്കിലും ഒരു വേറെ വെറൈറ്റി ലുക്കിലുണ്ട് കേട്ടോ. ഹോങ്കോങ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ, ഓരോരോ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഹോങ്കോങ് പോലെ ആവില്ല. ഈ ബേ ആണ് ഇതിൻ്റെ എല്ലാ ഹൈലൈറ്റും. അപ്പോൾ നമ്മൾ സിംഗപ്പൂർ കാഴ്ചകൾ
ഇപ്പോൾ രാത്രിയത്തെ അത് ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയുണ്ട് ഈ പൊട്ടി? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മളിനി നാളെ വേറെ എന്താ കാഴ്ചകൾ? നിങ്ങൾ എന്തൊക്കെയും പറഞ്ഞിരുന്നത്? അതിൻ്റെ മുകളിൽ പോകാനുണ്ട്, വേറെ വേറെ പ്രധാനപ്പെട്ട കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണും വരെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ ബായ്. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ.